Ladies and gentlemen, welcome back. I'm Muhammad Rabi. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ സ്റ്റീവ് ജോബ്സിൻ്റെ ഒരു ബയോഗ്രഫി ബൈ വാൾട്ടർ ഇസാക്സ്. അപ്പോൾ ഈ ബുക്ക് ഞാൻ ഇതുവരെ വായിച്ചത് ഏറ്റവും വലിയൊരു ബുക്കാണിത്. പിന്നെ ഫസ്റ്റ് തന്നെ ഡിസ്ക്ലൈമർ പറയാം, ദർ വിൽ ബി സ്പോയിലർ മീൻസ് യു ഓൾ നോ അബൌട്ട് സ്റ്റീവ് ജോബ്സ്. പക്ഷെ ഇതിൽ ഞാൻ എനിക്കറിയാത്ത ഒരുപാട് കാര്യമുണ്ടായിരുന്നു ബുക്കിൽ. അപ്പോൾ ഞാനിതൊരു കഥയിലാകുമ്പോൾ ട്വിസ്റ്റുകളും അതൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ചിലപ്പോൾ ഞാൻ അത് പറയുമ്പോൾ സ്പോയിൽ ആവാം. സോ ഇഫ് യു വാണ്ട് ടു റീഡ് ബുക്ക് ലൈക്ക് ദിസ് കംപ്ലീറ്റ്ലി അൺനോൺ, ഐ തിങ്ക് യു ബെറ്റർ ലീവ് നൗ. ആൻഡ് ബിഫോർ ടെല്ലിങ് അബൌട്ട് ദിസ് ഇത് പറയുന്നതിന് മുമ്പ് ഞാൻ കംപ്ലീറ്റ് റിവ്യൂ ആയിട്ടല്ലേ, ഇറ്റ്സ് നോട്ട് എ റിവ്യൂ, ഇറ്റ്സ് മൈ തോട്ട്സ് ആൻഡ് വാട്ട് ഐ ഹാവ്. ഇത് വായിച്ചിട്ട് ഞാൻ എങ്ങനെയാണ്, അല്ല ഇത് വായിക്കുന്നതിന് മുമ്പുള്ള എൻ്റെ ഒരു ഇതെന്തായിരുന്നു, ആൻഡ് സം തോട്ട്സ് റിലേറ്റഡ് ടു ദിസ് ബുക്ക്, ദാറ്റ്സ് ഓൾ. ആൻഡ് ഇത് വായിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യം പറയുന്നുണ്ട്. സ്റ്റീവ് ജോബ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ ആയിരുന്നു. എന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ആപ്പിൾ. ഇതൊരു മുപ്പൊരു ബില്യണർ ആയതുകൊണ്ടോ അതുകൊണ്ടോ മാത്രമല്ല, ഐ റിയലി ലൈക്ക് ഹിം ആൻഡ് ഐ തിങ്ക് ഹി വാസ് സംതിങ് ഗുഡ്. ആൻഡ് 2011 മരിച്ചിട്ടുണ്ട്. പക്ഷെ ഐ ഹാവ് ടു കെയിം ടു നോ അബൌട്ട്, ഞാൻ 2014-15 സമയങ്ങൾക്കാണ് സ്റ്റീവ് ജോബ്സിനെ അറിയുന്നത് അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ ഈ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് സ്റ്റീവ് ജോബ്സ് മരിച്ചത്. ഐ സ്റ്റിൽ തിങ്ക് ഹീസ് അലൈവ്, ഹീസ് സംവേർഡ് ദെയർ. ഇപ്പൊ ഞാൻ ഇങ്ങനെ പഴയ ഐഫോണിന്റെ ലോഞ്ചിന്റെ ഇയാളെ മറ്റേ കറുത്ത അതൊക്കെ ഇട്ടിട്ടുള്ള ഫോട്ടോസ് ഞാൻ ഇപ്പൊ എന്താ ടിം കുക്ക് ചെയ്യുന്നത്, എന്താ സ്റ്റീവ് ജോബ്സ് ചെയ്യാത്ത, അപ്പൊ അതിൽ നോക്കുമ്പോഴാണ് ഞാൻ അറിഞ്ഞു ഹിസ് ഡൈഡ്. അപ്പൊ ഇത്ര വലിയ പിടുത്തം ഉള്ളതല്ല, മൂപ്പരെ അറിയാം. പിന്നെ മൂപ്പരുടെ സ്പീച്ച് ഉണ്ട്, അല്ല കൊടുത്താൽ ആ സ്പീച്ച് ശരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സ്പീച്ചാണ്. കാരണം മൂപ്പര് അതിൽ പറയുന്ന ഒരു സംഭവമാണ്, മൂപ്പര് കാലിഗ്രഫി പഠിച്ച് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ മൂപ്പര് കാലിഗ്രഫി പഠിച്ചപ്പോ എന്തിനാ കാലിഗ്രഫി പഠിച്ചതെന്ന് മൂപ്പർക്ക് വലിയ പിടുത്തമില്ല ആ സ്പീച്ച് പറയുന്നത്. പക്ഷെ ആ കാലിഗ്രഫി പഠിച്ചത് കൊണ്ടാണ് പിന്നീട് ആപ്പിളിന് എന്തുണ്ടായത്, അത്ര നല്ല അടിപൊളി ഫോൺസ് ഉണ്ടായത്. അത് എപ്പോഴും ചിന്തിക്കും ഞാൻ ചില സംഭവം ചെയ്യുമ്പോൾ, ഞാൻ ഇതൊക്കെ ഇപ്പൊ എന്തിനാ ഇപ്പോ മുപ്പന്നെ എവറിത്തിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ. there will be a connection dots. ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഐ വാസ് ടു ക്യൂരിയസ്. പക്ഷെ നമ്മൾ സ്വന്തം ഉണ്ടാക്കിയ ഒരു കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നത്, വീണ്ടും തിരിച്ചു വരുന്നത്, ആ കംബാക്ക് ഒക്കെ ആ രീതിയിൽ. അപ്പോൾ അതില് വാട്ട് ഹാപ്പൻസ് ദാറ്റ് ടൈം ആൻഡ് അത് ആ സ്പീച്ചിൽ പറയുന്നുണ്ട്. അപ്പോൾ പക്ഷെ അങ്ങനെ പുറത്താക്കിയത് അയാൾ പറയുന്നുണ്ട്, അതാണ് മൂപ്പരിൽ വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ദാറ്റ് ഹാപ്പൻഡ്. പിന്നെ മൂപ്പരുടെ ആ സ്പീച്ചിൽ മൂന്നാമത് പറയുന്നത് ഡെത്തിനെ കുറിച്ചാണ്. എന്ന് വെച്ചാൽ വി ആർ ഓൾ ഗോയിങ് ടു ഡെത്ത്, സോ നത്തിങ് ഈസ് ടു ലൂസ്, സോ ഡു വാട്ട് എവർ യു. വെച്ചാൽ ആ ഒരു സാധനം അത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സ്പീച്ചാണ് മൂപ്പന്റെ. അപ്പൊ ആ കൂടെ ഉണ്ടായിരുന്നു ഇത് മൊത്തം വായിച്ചു തീർക്കാൻ. അപ്പോ ഞാനതില് എനിക്ക് ഇഷ്ടപ്പെട്ട വാട്ട് ഐ ഗെറ്റ് എല്ലാം, ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഉണ്ട്. ബട്ട് ഐ തിങ്ക് വാട്ട് ഇസ് ദ മോസ്റ്റ് 3 points, ഏറ്റവും നല്ലൊരു 3 പോയിന്റ്. ഇഫ് ഐ കുഡ് ഓൺലി പിക്ക് 3 points ഫ്രം ദിസ് ബുക്ക്, വാട്ട് ഇറ്റ് വിൽ ബി. ആൻഡ് അതുപോലെ തന്നെ 3 ഫേവറേറ്റ് മൂമെന്റ്സ് അല്ലെ പാർട്സ്. ആൻഡ് what I feel, what I thought. But we can start from say no. മൂപ്പര് പ്രധാനപ്പെട്ട ഒരു എന്താണ്, ലെസ് ഈസ് മോർ, ഫോക്കസ്, ഇതൊക്കെ ഒരു പോയിന്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാല് മൂപ്പര് നോ പറയാനെടുത്തൊക്കെ നോ പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ തിങ്ക് ഐ ഹാവ് ടു അഡാപ്റ്റ് ഇറ്റ് ബിക്കോസ് ഐ ഹാവ് ടു ദാറ്റ്. പിന്നെ ലെസ് ഈസ് മോർ എന്ന് വെച്ചപ്പോൾ മൂപ്പര് ആപ്പിളില് ഇങ്ങനെ ഉച്ചിയിലെത്തിച്ച് പിന്നെ അതിൽ നിന്ന് ആപ്പിളിന് പോകുന്നതും തിരിച്ചു വന്നിട്ട് മൂപ്പര് ആദ്യം ചെയ്യുന്നത് എന്തൊക്കെ പ്രൊഡക്ട്സ് ആണ് ഇപ്പോൾ പണിഷ വർക്ക്ഷോപ്പിലുള്ളത് അതൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഫോക്കസ് ഓൺ 3 or 4 items ഓൺലി. ബാക്കിയുള്ളതൊക്കെ കട്ട് ചെയ്ത് എനിക്ക് ചില കാര്യങ്ങൾ നമ്മൾ നോ പറഞ്ഞിട്ട് നോ ചെയ്യണം. സോ ഹി ജസ്റ്റ് ഫോക്കസ് ഓൺ സം ഓൺലി ത്രൂ ഔട്ട്. പിന്നീട് ആപ്പിളില് 3-4 പ്രൊഡക്ട്സിന്റെ മുകളിൽ മാത്രമേ ഫോക്കസ് ചെയ്തിട്ടുള്ളൂ. അതെങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതിലായിരുന്നു. ആൻഡ് ഐ തിങ്ക് that's a one thing I want to implement. So because I always afraid to say no. ഞാൻ നോ പറഞ്ഞ പീപ്പിൾ അല്ലേ ഒരു സഹായം ചോദിച്ചാൽ നോ, ആ കാര്യങ്ങൾ വെച്ചാൽ നോ പറഞ്ഞെടുത്ത് നോ പറയാൻസ്, നോ പറയാനും അതുപോലെ തന്നെ നോ അക്സെപ്റ്റ് ചെയ്യാനും നോ കേൾക്കാനും രണ്ടിനുള്ള പവറാണല്ലോ. ആൻഡ് അനദർ തിങ്
And the second point is that is reality distortion field. ഈ ഒരു ടേം തന്നെ ബഗ് ട്രിബിൾ എന്നുള്ള ആപ്പിൾ എംപ്ലോയി സ്റ്റീവ് ജോബ്സിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്തതാണ്. ഇറ്റ്സ് ലൈക്ക് ഞാൻ പറഞ്ഞത് ഈ റിയാലിറ്റി ഡിസ്ട്രോഷൻ ഫീൽഡിൽ എത്തിയപ്പോൾ എനിക്ക് കുറെ കൂടെ എൻ്റെ ഉപ്പാനെ എനിക്ക് ഇതാ കണക്ട് ആയി. പക്ഷെ വാപ്പ പറയുന്ന ചില കാര്യങ്ങളായിരുന്നു ഇതൊക്കെ നടക്കുമെന്ന് ആലോചിച്ചിട്ട് വെറുതെ ചെയ്യിപ്പിക്കുന്ന രീതിയിലായിരുന്നു. അപ്പോൾ ബട്ട് അറ്റ് എൻഡ് അത് നടക്കലുണ്ട്. വാപ്പ ചില സമയത്തൊക്കെ ഞങ്ങളൊക്കെ നല്ല പണിയെടുപ്പിക്കും ഉപ്പ സംതിങ് ലൈക്ക് ദാറ്റ്. എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത്. അതുപോലെ തന്നെ അതില് ആപ്പിളില് സ്റ്റീവ് ജോബ്സ് വരുമ്പോ സ്റ്റീവ് ജോബ്സിന് ഇന്നൊരു കാര്യം നടക്കണം എന്ന് പറഞ്ഞാല് അത് പോസിബിൾ ആണോ പോസിബിൾ അല്ലെന്നല്ല, ബാക്കിയുള്ളവരൊക്കെ ഇംപോസിബിൾ എന്ന് വിചാരിച്ച കാര്യങ്ങൾ മുപ്പര് നടത്തിച്ചിട്ടുണ്ട്. കാരണം അതിനുള്ള ഉദാഹരണമാണ് ആപ്പിളിലുള്ള മാക്ക്, അതുപോലെ തന്നെ പിന്നീട് എടുക്കുന്ന ഐഫോൺസ്. അതിലൊക്കെ ഒരിക്കലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മുപ്പര് ആവശ്യം ഇത് നടത്തിയെടുക്കും എന്നുള്ളതാണ്. അതിൽ ആപ്പിളിന്റെ സക്സസ് വൺ ഓഫ് ദി മേജർ റോൾ, ബിഗ് പാർട്ട് ഈ റിയാലിറ്റി ഡിസ്ട്രോഷൻ ഫീൽഡിലുണ്ട്. ആൻഡ് ഇതിൽ തന്നെ റിയാലിറ്റി ഡിസ്ട്രോഷൻ ഫീൽഡിൽ സമയത്ത് സൈഡ് എഫക്ട്സ് ആയിട്ടും ജോബ്സിന്റെ ലൈഫ് തന്നെ ഉണ്ട്. അതിന്റെ മൂപ്പര് ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ മൂപ്പര് സ്ട്രിക്ട് ഡയറ്റ് ആയിരുന്നു, വീഗൻ ഡയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ മൂപ്പർക്ക് ക്യാൻസർ വന്ന് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുമ്പോഴും ഡോക്ടേഴ്സും ഒക്കെ ഹൈ റിച്ച് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് സജസ്റ്റ് ചെയ്യുമ്പോൾ മൂപ്പരായിട്ടുള്ള ജ്യൂസും അതുകൊണ്ടായിട്ട് തന്നെ അതിൽ സ്ട്രിക്റ്റ് ആയിട്ട് നിന്ന് ഇടുന്ന ആളാണ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ്, if not that right, if this is not right, start over again. ഇതില് എനിക്കൊരു ഇതായിട്ടുള്ള മുപ്പര് ആപ്പിളിന്റെ സ്റ്റോറിൽ ഒരു ഡിസൈൻ ആക്കിയ ഡിസൈൻ എടുത്ത് അതില് ആപ്പിളിന്റെ ബോർഡ് മെമ്പേഴ്സ് അറിയാതെ ഇയാളുടെ ഒരു പെറ്റ് പ്രൊജക്ട് ആയിട്ട് ഇങ്ങനെ കൊണ്ടെടുക്കാണ് ആപ്പ് സ്റ്റോറിന്റെ ആപ്പിൾ സ്റ്റോറിന്റെ ഡിസൈനിങ്ങിനെ എൻഡായി. അപ്പോൾ നെക്സ്റ്റ് മന്ത് ഇനാഗ്രേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ എത്തിക്കണം. അപ്പാണ് ലാസ്റ്റ് ടൈമില് ആ ഡിസൈൻ ശരിയില്ല, ആ രീതിയിൽ അവർ കണ്ടെത്തുന്നതും സ്റ്റാർട്ട് ഗെയിം. അപ്പൊ അതില് ചില എംപ്ലോയീസ് ഒക്കെ ഉണ്ട്, ചില കാര്യങ്ങളിൽ അത് ആപ്പിളിൽ മാത്രമേ നടക്കൂ. കാരണം ഇപ്പൊ ലാസ്റ്റ് ടൈം അതുപോലെ തന്നെ ഐപോഡില് ഒരു വീലായിരുന്നു ആദ്യത്തെ ഡിസൈൻ. അപ്പൊ ആ വീലിന്റെ ലാസ്റ്റ് ടൈം എത്തിയിട്ട് വീല് ശരിയല്ല, മാറ്റണം എന്ന് പറഞ്ഞാൽ മറ്റുള്ള കമ്പനികൾ മേ ബി ആ വീലോടെ തന്നെ ചെറിയ എന്തെങ്കിലും തട്ടിക്കൂട്ട് ചെയ്തിട്ട് ഇറക്കാം. ഇറ്റ്സ് നോട്ട് ഇൻ ആപ്പിൾ, ഇറ്റ്സ് നോട്ട് ഇൻ അണ്ടർ സ്റ്റീവ് ജോബ്സ്. ഈ തുടക്കം മുതൽ ആദ്യം മുതൽ എന്തൊക്കെയാണോ വരുന്നത് അതിലൊക്കെ എന്ത് ചെയ്യും, ഒക്കെ സ്റ്റാർട്ട് ഓവർ അഗെയിൻ. ആൻഡ് ഐ തിങ്ക് മേ ബി ഞാൻ ഒരിക്കലും ചിന്തിക്കാത്ത ഒരു സ്റ്റാർട്ട് ഓവർ അഗെയിൻ. ബട്ട് ഇറ്റ്സ് ഗുഡ്. ഐ തിങ്ക് യു ഗെറ്റ് മൈ പോയിന്റ്. ആൻഡ് ഐ ആം ടെല്ലിംഗ് അബൌട്ട് നൗ മൈ ഫേവറേറ്റ് മൊമെന്റ്സ് ഓഫ് പാർട്സ് ഫ്രം ദിസ് ബുക്സ്. 3 parts. ഇതില് മുപ്പര് സർജറിക്ക് ആവശ്യമായിട്ട് മുപ്പരെ മയക്കാൻ വേണ്ടി അങ്ങനെ കൊടുക്കുന്ന സമയത്ത് മുപ്പര് മാസ്ക് ഇടണം. ആ മാസ്ക് ഇടുമ്പോ മൂപ്പർക്ക് അതിന്റെ ഡിസൈൻ ഇഷ്ടമായി. മൂപ്പര് ഈ ഡിസൈൻ എനിക്ക് ഇഷ്ടമായിട്ടില്ല, വേറെ 5 കൊണ്ടുപോവാ, അതിലുള്ള ഇഷ്ടപ്പെട്ട ഡിസൈൻ ഞാൻ എടുക്കാം. അപ്പൊ മൂപ്പരൊരു കാര്യം വെച്ചാൽ അല്ലെങ്കിൽ സർജറി ചെയ്യാൻ വേണ്ടിയിട്ട് കിടക്കുമ്പോൾ ഒരാൾ പറയുന്നതാണ്. അതുപോലെ തന്നെ അതിൽ തന്നെ അതായത് ഫസ്റ്റ് സർജറി സമയം, രണ്ടാമത്തെ സർജറി കഴിഞ്ഞ് വളരെ ഹെൽത്ത് വീക്ക് ആയിട്ടുള്ള സമയം. അപ്പൊ മൂപ്പരെ ഹെൽത്ത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൂപ്പര് മകൻ റീഡ്, മൂപ്പര് അതുപോലെ തന്നെ 3 ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഒരു എന്തൊക്കെയാണ് സംഭവിക്കുന്ന ഒരു പ്രസന്റേഷൻ ആണ്. അപ്പോ ജോബ്സിന് ഈ പവർ പോയിന്റ് പ്രസന്റേഷൻ തീരെ ഇഷ്ടമല്ല. മൂപ്പര് എന്ത് പറയുന്നത്, this PowerPoint presentation sucks. If you want to teach me, he will teach another one. അതിൽ ആപ്പിളിന്റെ ഒരു പ്രൊഡക്റ്റ് സോഫ്റ്റ്വെയർ ഉണ്ട്, അത് യൂസ് ചെയ്യാൻ വേണ്ടി അതുണ്ട്. അപ്പോ മൂപ്പരല്ല ആവശ്യമാണ്. ഈ സമയത്ത് മൂപ്പരെ വിട്ടിട്ടൊരു പരിപാടി നടത്തിയില്ല. പക്ഷെ മൂപ്പരെ ആൻഡ് അതർ പാർട്ട് ഇറ്റ് വാസ് ലൈക്ക് ലിറ്ററലി ലാസ്റ്റ് ടൈം എന്ന് വെച്ചാല് അവസാന സമയങ്ങളിൽ ഹീസ് കോളിങ് ഹിസ് പഴയ കൊളീഗ്സിനൊക്കെ ഇങ്ങനെ വിളിച്ചുള്ളത്. അതിൽ മൂപ്പര് ഒരാൾ വിളിക്കുന്നത് മൂപ്പര് യങ് ഏജിൽ ഫസ്റ്റ് ആപ്പിൾ ഉണ്ടായിരുന്ന സമയത്ത് ദോസ് ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടറിന്റെ മെയിൻ പണി എന്താണെന്ന് വെച്ചാല് ജോബ്സിന്റെ സ്വഭാവം നിയന്ത്രിക്കലായിരുന്നു. കാരണം ജോബ്സ് ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യും, എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഹി വാസ് ലൈക്ക് എ ബൈനറി വേ, either it's amazing world class product or it's sucks bullshit product or bullshit product
അതുപോലെയായിരുന്നു. അപ്പോ ഒരു ഇതിൽ സാധനം മുപ്പത് വിചാരിച്ചില്ലെങ്കിൽ അപ്പൊ അവിടെ വെച്ച് ഇൻസൾട്ട് ചെയ്യും. അപ്പോ അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് അങ്ങനെയാണ് ജോബ്സിന്റെ ഫസ്റ്റ് ആപ്പിൾ വിടേണ്ടി വരുന്ന ആ രീതിയിലുള്ള കാരണങ്ങളായിരുന്നു. അപ്പൊ അതില് ഒരു കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹ്യൂമൻ റിസോഴ്സ് ഡയറക്ടർ ആയിട്ടുള്ള ഒരു പൊസിഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിലുണ്ടായിരുന്ന ലേഡിന് മുമ്പ് ലാസ്റ്റ് സമയം ഇറ്റ്സ് ലൈക്ക് 56 years, നോട്ട് 56 years ആഫ്റ്റർ 56ാമത്തെ വയസ്സിൽ പ്രൊനൗൺസ് ചെയ്യുന്നു ഹൗ ഐ വാസ് ഇൻ വെൻ ഐ വാസ് യങ്. അപ്പോൾ ആ ലേഡി കൊടുക്കുന്നൊരു ഒരു ആൻസർ ഉണ്ട്. എന്താ വെച്ചാൽ ഹി വാസ് ലൈക്ക് ഒരു എടുത്ത് കേട്ടേക്കുന്ന വെച്ചാൽ എന്ത് ചെയ്യും എന്ത് എന്നൊക്കെ ചിന്തിക്കാതെ ഒരു ഒറ്റ ബുദ്ധി ഇതായിരുന്നു ഇതിൽ കാര്യമായിട്ടുള്ള മറ്റേ. ആൻഡ് വെൻ ഇസ് കം ടു ആഫ്റ്റർ ദിസ് ഐ വാസ് തുടക്കങ്ങളൊക്കെ സ്റ്റീവ് ജോബ്സിന്റെ സ്വഭാവം പറഞ്ഞിട്ടുണ്ടല്ലോ, ബൈനറി വേയിലാണ് കാണാം. ഇപ്പൊ പീപ്പിൾസിനെ ഇൻസൾട്ട് ചെയ്യും ആ രീതിയിലൊക്കെ. അപ്പൊ ആ സമയത്തൊക്കെ ഐ ഹാവ് എ ഇമേജ് അബൌട്ട് സ്റ്റീവ് ജോബ്സ് ഇൻ മൈ മൈൻഡ്. അപ്പോ ഞാനൊക്കെ വിചാരിക്കുന്നത് തുറക്കാൻ നോക്കും ഇയാളിങ്ങനെ മാറുന്നുണ്ടാവും, ആപ്പിൾ പുറത്താക്കിയ ശേഷം മൂപ്പർ നന്നായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. അപ്പൊ പിന്നെ ക്യാൻസർ ആയി വന്നതിന് ശേഷം മൂപ്പർ നന്നാവുന്നുണ്ടാവും. It was never. He was what he was from the beginning. He was that. അതില് ലാസ്റ്റ് ടൈമില് ഓതർ ഒരു കാര്യം പറയുന്നുണ്ട്. I will read it for you. But I think he actually could have controlled himself if he had wanted. When he hurt people, it was not because he was lacking emotional awareness. ഇത് ഒരാളെ ഹേർട്ട് ചെയ്യുമ്പോൾ മൂപ്പര് അറിയാതെ ചെയ്യുന്നതല്ല, ഇറ്റ് വാസ് പേർപ്പസ്ലി. ആൻഡ് അതിന് ജോബ്സ് പറയുന്ന എന്താ വെച്ചാല് he was often tightly coiled with impatient traits he had no effort to hide. Most people have a regulator between their mind and mouth that modulates their brutish sentiments and spiciest impulses, not Jobs. He made a point of being brutally honest. My job is to say when something sucks rather than sugarcoat it. This made him charismatic, inspiring, yet also he used to be the technical term an asshole at times because he was too brutal honest. അതിലെന്താണ്, if he thinks that sucks, he literally say that sucks. That's all. പിന്നീടുള്ള ഞാനെന്ന് വെച്ചാൽ ഐ തിങ്ക് ഇതിന് ആപ്പിളിന് പിന്നുള്ള ഒരുപാട് മാസ്റ്റർ ക്ലാസ് പ്രൊഡക്ട്സും ഐക്കോണിക് പ്രൊഡക്ട്സിനും ഒക്കെ പിന്നില് ജോബ്സ് ആണെന്നുള്ള ഐഡിയാസ് ജോബ്സ് ആണെന്നുള്ള. അപ്പൊ അതില് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വെച്ചാൽ ഇഫ് someone says an idea, he will say this idea sucks, there's nothing. But after 1 week or something, he says the same idea as I saw. So ഒരു ഐഡിയ ഒരാൾ വന്നിട്ട് the point is that I never imagined ഒരു സക്സസ് ആയിട്ടുള്ള ആൾ നമ്മൾ ഒരിക്കലും ഒരാളെ ഐഡിയ മോഷ്ടിക്കുന്നു അങ്ങനെയൊന്നും ഒരിക്കലും നമ്മൾ വിചാരിക്കുന്നത്. ദ ഇമേജ് ഐ വാസ് ഹാവ് ഞാൻ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഇമേജും വായിച്ച് കഴിഞ്ഞപ്പോഴുള്ള ഇമേജും എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എൻറ്റയർലി ഡിഫറെന്റ്. അതില് ജോബ്സിന്റെ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ബുക്ക് വായിക്കാൻ കാരണം ഐ വാസ് ടു ഒബ്സസ്ഡ് ഹൗ ടു ബി സക്സസ് എന്ന് എങ്ങനെയാവാം, എങ്ങനെ ഇംപ്രൂവ് ചെയ്യാം, എങ്ങനെ സെൽഫ് ഇംപ്രൂവ്മെന്റ് അങ്ങനെ തെരഞ്ഞു നടക്കുമ്പോഴാണ് ഓഫ് കോഴ്സ് ഐ വാണ്ട് ടു റീഡ് ദിസ് ബയോഗ്രഫി ഓഫ് മൈ ഫേവറേറ്റ് പേഴ്സൺ, സ്റ്റിൽ ഹീസ്. ആൻഡ് അപ്പൊ അതില് ഐ തിങ്ക് ഐ ക്യാൻ ഗെറ്റ് സംതിങ് ദാറ്റ് എങ്ങനെയാണ് ഡെയിലി ഹാബിറ്റ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് മോട്ടിവേഷൻ കിട്ടും. ബട്ട് ഇറ്റ്സ് നോട്ട് ടോക്കിംഗ് അബൌട്ട് ദാറ്റ് ഡെയിലി ഹാബിറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് എ ബിഗ് ബുക്ക് സ്റ്റിൽ. It's covering up the all incidents, many events of life in Steve Jobs, and I think this book also a brutal honest. And അതില് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന അതിലെ ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ ഞങ്ങളോട് CH ഇബ്രാഹിം മൂപ്പര് ഞങ്ങൾ സംസാരിക്കാൻ ഞാൻ ഭയങ്കര ഇംപേഷ്യന്റ് ആണ് ആൻഡ് ഐ എം ട്രൈങ് ടു ചേഞ്ച് ദാറ്റ്. മൂപ്പര് CH ചോദിക്കുന്നുണ്ട് വൈ വാണ്ട് ടു ചേഞ്ച്, നീയായിട്ട് നിന്നാൽ പോലെ എന്തിനാ ചേഞ്ച് ചെയ്യുന്നത്? ആ സെയിം അതിന്റെ കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സക്സസ് ആവണം, ഞാനിങ്ങനെ ബെറ്റർ ഇംപ്രൂവ് ചെയ്യണം എന്നുള്ള പറഞ്ഞ നടക്കാണ്. അപ്പോ ഇൻ ഹിയർ സ്റ്റീവ് ജോബ്സ് ഈസ് നത്തിങ് ചേഞ്ചിങ്. എന്താണോ മൂപ്പര് അതാണ്, അതിലൊരു ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. അപ്പോ
ബിറ്റ് കൺഫ്യൂസ്ഡ്. അപ്പൊ ഞാൻ സക്സസ് ആവണം, ചേഞ്ച് ചെയ്യണോ, പ്രോഗ്രസ് വേണ്ടേ. ഈസ് നോട്ട് ദാറ്റ് എന്നുവെച്ചാൽ നമ്മള് സ്വഭാവം കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരാളെ അല്ല സ്റ്റീവ് ജോബ്സ്. ഇപ്പോ ആ ഒരു ഈ ബുക്ക് എനിക്ക് മോർ ദാൻ ഗെറ്റിംഗ് പോയിന്റ്സ്, ഐ വാസ് വിത്ത് സം റിയാലിറ്റി ചെക്ക് വാട്ട് ഐ വാണ്ട് ടു ബി ഓർ വാട്ട് ഐ ഹാവ് ടു ഡു, ഐ ഹാവ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. അതുപോലെ തന്നെ ഞാനൊരു കാര്യങ്ങൾ ഭയങ്കര ഇൻട്രേഷൻ. ഇപ്പോൾ ശേഷം ചോദിച്ചപ്പോ വൈ യു വാണ്ട് ടു ചേഞ്ച്, വൈ യു കാൻ ബി യുവർ സെൽഫ്. അതുപോലെ തന്നെ വാപ്പ എന്നെ കൊണ്ടപ്പോൾ പറയുന്നത് ഒരു കാര്യത്തിൽ ഫിനിഷ് ചെയ്യാൻ അടുത്ത കാര്യത്തിൽ ചാടും ആ സംഭവങ്ങൾ. ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഐ വാണ്ട് ടു ഡു. Maybe I will get the answer, definitely. Still searching. And I think ഞാൻ വിചാരിച്ച പോലെയായിരുന്നു ഈ സ്റ്റീവ് ജോബ്സിന്റെ ആണെങ്കിൽ ഇറ്റ്സ് ജസ്റ്റ് ബി അനദർ ഓർഡിനറി സ്റ്റോറി. ഹീസ് ജസ്റ്റ് ഹീ. That's all I want to tell. And yeah, I already said it's a long video. It's not about review, it's all about talking about what I have, my experience with this great book, with this great personality. And I don't know what I want to tell. That's all. Until next time, take care. Peace out.